ഹലോ ഫ്രണ്ട്സ്, മലയാളം ടു ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 12 ചോദ്യങ്ങളുമായിട്ടാണ്. 12 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും എങ്ങനെ പറയാമെന്നുള്ള ക്ലാസ്സുമായിട്ടാണ്. അതിനുശേഷം നമുക്ക് കടക്കാനുള്ളത് ബേസിക് ഗ്രാമറിലേക്കാണ്. ബേസിക് ഗ്രാമർ, നൗൺ, പ്രൊനൗൺ, സബ്ജക്റ്റ്, വെർബ്, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമർ സെക്ഷനുകളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്ഷനുകളിലേക്ക്. അപ്പോൾ അതിനു മുമ്പ് ഈ അത്യാവശ്യം ഒന്ന് സംസാരിക്കാനും അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാനുമായിട്ടുള്ള 15 ചോദ്യങ്ങളുടെ കൂടെയുള്ള 12 ചോദ്യങ്ങളാണ് ഇപ്പം ഞാൻ ഇവിടെ തരുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഏത് ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഇത് ദിനചര്യ, ഡെയിലി റുട്ടീനെ പറ്റി ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ദിനചര്യ, റുട്ടീൻ, ടൈം ടേബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഡെയിലി റുട്ടീൻ, ROUTINE, ഡെയിലി റുട്ടീൻ. അതിനകത്തു നിന്നുള്ളൊരു 12 ചോദ്യങ്ങൾ സാധാരണ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതും നമുക്ക് ചോദിക്കേണ്ടി വരാറുള്ളതും നമുക്ക് ഉത്തരം പറയേണ്ടി വരാറുള്ളതുമായിട്ടുള്ള ഒരു 12 ചോദ്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നീ സാധാരണയായി എപ്പോഴാണ് ഉണരുന്നത്? സാധാരണ ആൾക്കാരോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. നീ സാധാരണയായി എപ്പോഴാണ് ഉണരുന്നത്? നീ സാധാരണയായി എപ്പോഴാണ്? എപ്പോഴെന്ന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ തുടങ്ങേണ്ടത്. ഇംഗ്ലീഷിൽ എങ്ങനെ തുടങ്ങും? എപ്പോഴെങ്ങനെ തുടങ്ങും? വെൻ. സാധാരണയായി എന്നുള്ളതിന് യൂഷ്വലി, ജനറലി, നോർമലി എന്നൊക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ നോർമലി എന്നൊക്കെ പറയുമ്പോൾ, ഈ സാധാരണയായിട്ടെന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായത് കാരണം നമുക്ക് ഡു എന്ന് പറയുന്ന ഒരു വാക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ചോദിക്കാം, വെൻ ഡു യു ഗെറ്റ് അപ്പ് നോർമലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് ജനറലി? ഇങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ചോദിക്കാം. വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? USUALLY, യൂഷ്വലി, സാധാരണയായി, പതിവായി എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? നീ സാധാരണയായിട്ട് എപ്പോഴാണ് എഴുന്നേക്കാറുള്ളത്? അപ്പോൾ ഈ സാധാരണയായി എന്ന് പറയുന്ന വാക്ക് പതിവായി ചെയ്യുന്നൊരു കാര്യമായത് കാരണമാണ് നമുക്കവിടെ ഡു വെക്കേണ്ടി വന്നത്. വെൻ യു ഗെറ്റ് അപ്പ് യൂഷ്വലി എന്ന് ചോദിച്ചാൽ മതിയോ? പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുള്ളൂ, പക്ഷേ അതിനകത്തൊരു ഡു ഉണ്ടെന്നുള്ളൊരു ബോധം വേണം. ആ ബോധ്യത്തോടു കൂടി വേണം പറയാൻ. അപ്പോൾ വെൻ ഡു യു എന്നല്ല, വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി എന്നാണ് ചോദിക്കുക. വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? I usually get up at 5:30, 5:30. 5:30 നമുക്ക് 5:30 എന്നുള്ളതിനെ നമുക്ക് വേറെ 2 രീതിയിൽ പറയാം. ഒന്ന് ഡിജിറ്റൽ രീതിയിലും പറയാം, അല്ലാതെയും പറയാം. ഡിജിറ്റൽ രീതി പറയുന്നതാണ് 5:30, അല്ലാതെ പറയുന്നതാണ് 5:30, 5:30, 5:30, 5:30, 5:30, 5 കഴിഞ്ഞ അര മണിക്കൂർ, 5:30. അങ്ങനെയും പറയാം. I usually get up at 5:30. I usually get up at 5:30 in the morning. ഓക്കെ, അങ്ങനെ പറയാം. ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, നീ എപ്പോഴാണ് സാധാരണ ഉറങ്ങുന്നത്? ഉണരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഉറങ്ങുന്നത് എപ്പോഴാണ്? വെൻ ഡു യു സ്ലീപ്പ് യൂഷ്വലി? വെൻ ഡു യു സ്ലീപ്പ് നോർമലി? അബ്നോർമലി എന്നല്ല ഉദ്ദേശിച്ചത്, നോർമലി, സാധാരണയായിട്ട് നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? വെൻ ഡു യു സ്ലീപ്പ് യൂഷ്വലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി എന്ന് ആദ്യമേ ചോദിച്ചു, ഇപ്പോൾ ചോദിക്കുകയാണ് വെൻ ഡു യു സ്ലീപ്പ് യൂഷ്വലി. ഉത്തരം എന്താ പറയും? ഐ യൂഷ്വലി സ്ലീപ്പ് അറ്റ് 9 o'clock. I usually sleep at 9 o'clock at night. I usually sleep at 9 o'clock. I usually sleep at 10 o'clock. I usually sleep at 10:30. I usually sleep at late night, like 11:30 or 12 o'clock because of my work. എന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലങ്കാരികത ചേർത്ത് വേണമെങ്കിൽ പറയാം. I usually sleep at 5 o'clock. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്, എപ്പോഴാണ് നീ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്? എപ്പോഴാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്? ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ എപ്പോഴും കഴിക്കാറുള്ളത് എങ്ങനെ ചോദിക്കും? എപ്പോൾ എന്നാണ് ചോദ്യം. വെൻ ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? വെൻ ഡു യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഈറ്റ് എന്നും ചോദിക്കാം, ഹാവ് എന്നും ചോദിക്കാം. അപ്പോൾ ഈ ഹാവ് എന്ന് പറയുന്ന വാക്കാണ് ഇത്രയും കൂടി ഭംഗിയുള്ള വാക്ക്, പൊലൈറ്റായിട്ടുള്ള വാക്ക്. മറ്റേ തിന്നുക എന്നാണ്.
ബ്രേക്ക്ഫാസ്റ്റ് തിന്നുക എന്നൊന്നും ചോദിക്കാറില്ല സാധാരണയായിട്ട്. ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്ക് ഹാവ് ആണ്. HAVE, ഹാവ്. വെൻ ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി? വെൻ ഡു യു യൂഷ്വലി ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? വെൻ ഡു യു എപ്പോഴാണ്? വെൻ ഡു യു യൂഷ്വലി ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? I usually have my breakfast at 8 o'clock. I usually have my breakfast at 7:30, 7:30. I usually have my breakfast at early morning 7 o'clock. I usually have a late breakfast after 9:30 or 10 o'clock. Okay, we can say like that. I usually have. When do you have your breakfast? അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, അഞ്ചാമത്തെ അല്ലല്ലോ, നാലാമത്തെ അല്ലേ? നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, എപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്? അറിയാമല്ലോ ലഞ്ച് കഴിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്? വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്? വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്? I have my lunch at 1 o'clock. I have my lunch at 12:30. I have my lunch at 1:30. I usually have my lunch very late, like you say 3 o'clock. I usually have my lunch at 3:30 in the evening, afternoon, like that. Sometimes we will say even like that. Okay. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, എപ്പോഴാണ് ചായ കുടിക്കുന്നത്? എപ്പോഴാണ് വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുന്നത്? വെൻ ഡു യു ഹാവ് യുവർ ടീ? വെൻ ഡു യു ഹാവ് യുവർ ടീ? എപ്പോഴാണ്? വെൻ ഡു യു ഹാവ് യുവർ ടീ? My tea, we have a tea break at 4 o'clock. We have a tea break. We have a tea break at 4 o'clock. We have a tea break at 3:30. We usually have a tea break at 4 o'clock. When do you have your tea? I have my tea at 3:30. Okay, I have my tea at 3:30. ചോദ്യം ചോദിക്കുമ്പോഴാണ് ഡു യു ചേർക്കുന്നത്. ഉത്തരത്തിനകത്ത് ഐ ഡു ഹാവ് എന്ന് പറയണ്ട കേട്ടോ, ഡു വേണ്ട. ഓക്കെ, ഐ ഹാവ് മൈ ടീ അറ്റ് 3:30. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, എപ്പോഴാണ് നീ അത്താഴം കഴിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? ദാറ്റ്സ് റൈറ്റ്. വെൻ ഡു യു ഹാവ് യുവർ സപ്പർ? വെൻ ഡു യു ഹാവ് യുവർ ഡിന്നർ? ഡിന്നർ എന്നും ചോദിക്കാം, സപ്പർ എന്നും ചോദിക്കാം. ഓക്കെ, സാധാരണ ഉപയോഗിക്കുന്നത് ഡിന്നറിനാണ്. വെൻ ഡു യു ഹാവ് യുവർ ഡിന്നർ? DINNER. വെൻ ഡു യു ഹാവ് യുവർ ഡിന്നർ? ഐ ഹാവ് മൈ ഡിന്നർ അറ്റ് 8 o'clock. വി ഹാവ് അവർ ഡിന്നർ അറ്റ് 9 o'clock. ഐ ഹാവും വി ഹാവും. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ഞാൻ, വി ഹാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ, വി ഞങ്ങൾ, ഐ ഞാൻ. അപ്പോൾ വി ഹാവ് ഡിന്നർ അറ്റ് 5:30. Sorry, we have dinner at 9 o'clock. We have a late dinner. We will have a late dinner. അങ്ങനെയും പറയാം. ഓൾ റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 7ാമത്തെ ചോദ്യം, എപ്പോഴാണ് നീ സ്കൂളിൽ പോകുന്നത്? വെൻ ഡു യു ഗോ ടു സ്കൂൾ? വെൻ ഡു യു ഗോ ടു സ്കൂൾ? വെൻ, എപ്പോൾ. വെൻ ഡു യു ഗോ ടു സ്കൂൾ? ഐ ഗോ ടു സ്കൂൾ അറ്റ് 7:30. ഐ ഗോ ടു സ്കൂൾ അറ്റ് 9 o'clock. I go to school by 10 o'clock. You can say like that. When do you go to school? I go to school at 7:15. I go to school at 7:30. Like that. Okay. When do you? അടുത്തത്, എപ്പോഴാണ് നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്? എപ്പോഴാണ് നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്? എപ്പോഴാണ് നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതിന് വാക്കേതാ? കം ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, റിട്ടേൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. വെൻ ഡു യു കം ബാക്ക് ഫ്രം സ്കൂൾ? അഡ്രസ്സൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ കത്ത് എഴുതുമ്പോൾ ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും ഉണ്ട്. ടു അഡ്രസ്സ് അങ്ങോട്ട് പോകുന്നു, ഫ്രം അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം കോട്ടയം ടു എറണാകുളം, ഫ്രം ട്രിവാൻഡ്രം ടു തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഫ്രം ടു. അപ്പോൾ ഇവിടെ ഫ്രം ഇവിടെ നിന്ന് എങ്ങോട്ട്? ടു കോട്ടയം. ഫ്രം ട്രിവാൻഡ്രത്തിൽ നിന്ന് ടു കോട്ടയത്തേക്ക്. അപ്പോൾ ഫ്രം സ്കൂളിൽ നിന്ന്. എപ്പോഴാണ് നീ സ്കൂളിൽ നിന്ന് വരുന്നത്? വെൻ ഡു യു റിട്ടേൺ ഫ്രം സ്കൂൾ? വെൻ ഡു യു റിട്ടേൺ ഫ്രം സ്കൂൾ? ഐ റിട്ടേൺ ഫ്രം സ്കൂൾ
at 4:30. I return from school by 5 o'clock. ഈ അറ്റും ബൈയും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ സമയം പറയുമ്പോൾ സാധാരണയായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് അറ്റാണ്. ഇപ്പോൾ 5 മണിയോടുകൂടി എന്നാ പറയണമെന്നുണ്ടെങ്കിൽ ബൈ വയ്ക്കും. എക്സാക്റ്റ് 5 മണിക്കാണെങ്കിൽ അറ്റ് വയ്ക്കും. ഓക്കെ. I return from school at 5 o'clock. I return from school by 5 o'clock. Okay, like that. Return from. ഇനി അപ്പോൾ ഇത്രയും നേരം നമ്മൾ when ആണ് വെച്ച് ഉപയോഗിച്ചത്. ഇനി അതുപോലെയുള്ള മറ്റു വാക്കുകളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് where വേണമെങ്കിൽ വെക്കാം. where എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ when do you go to school? where do you go to school എന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് സ്കൂളിൽ പോകുന്നത്, എവിടെയാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ ചോദിക്കാറില്ല. അതേസമയം where do you have your dinner എന്ന് വേണേൽ ചോദിക്കാം. എവിടെയാണ് നീ അത്താഴം കഴിക്കുന്നത്? I have my dinner in a hotel. അപ്പോൾ ആ when മാറ്റിയിട്ട് where വേണമെങ്കിൽ വയ്ക്കാം. ഓക്കെ. അപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് മാറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്ത ഒരെണ്ണം വയ്ക്കാൻ പോകുന്നത് ഹൗ ആണ്. എങ്ങനെ എന്നുള്ള അർത്ഥത്തിൽ ഹൗ, എങ്ങനെ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് കേൾക്കാം. നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? I go to school by school bus. I go to school by walking. I go to school by auto rickshaw. I go to school with my father. With my father. അച്ഛൻ്റെ കൂടെ, കൂടെ എന്നുള്ളതാണ് with. I go to school with my father. I go to school by my scooter. I go to school by school bus. By school bus, by auto, with my father. Okay. By walking. വാക്കിങ്ങിന് മറ്റൊരു വാക്കുണ്ട് on foot. I go to school on foot. Foot. On foot. Foot എന്ന് പറഞ്ഞാൽ കാല്. FOOT. Okay. I go to school on foot. നടന്നാണ് പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. How do you go to school? എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? How do you? How, എങ്ങനെ. ഓൾറൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നീ സ്കൂളിൽ എന്താണ് സാധാരണ കളിക്കാറുള്ളത്? നീ സ്കൂളിൽ എന്താണ് കളിക്കുന്നത്? വാട്ട് ഡു യു പ്ലേ അറ്റ് സ്കൂൾ? വാട്ട് ഡു യു പ്ലേ അറ്റ് സ്കൂൾ? വാട്ട് ഡു യു, എന്ത്, വാട്ട്. അപ്പോൾ നമ്മൾ വെൻ കേട്ടു, വേർ കേട്ടു, ഹൗ കേട്ടു. ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട്. വാട്ട് ഡു യു പ്ലേ അറ്റ് സ്കൂൾ? വി പ്ലേ ക്രിക്കറ്റ് അറ്റ് സ്കൂൾ. ഐ എന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി എന്ന് കയറ്റി വെച്ചിട്ട് പറയാണ്. വി യൂഷ്വലി പ്ലേ ക്രിക്കറ്റ് അറ്റ് സ്കൂൾ. വി യൂഷ്വലി പ്ലേ ഫുട്ബോൾ അറ്റ് സ്കൂൾ. വി ഡോണ്ട് പ്ലേ എനിത്തിങ് ഇൻ ദ സ്കൂൾ. ഞങ്ങൾ സ്കൂളിൽ ഒന്നും കളിക്കാറില്ല. വി ഡോണ്ട് പ്ലേ. ഇല്ലയെന്ന് പറയാൻ ഡു ഉണ്ട്, ഡോണ്ട്. ഉവ്വാന്ന് പറയാനായിട്ട് ഒരു പോസിറ്റീവ് ആൻസർ ആണ്, ഞാനത് ഡു വേണ്ട. ഓൾറൈറ്റ്. വാട്ട് ഡു യു പ്ലേ അറ്റ് സ്കൂൾ? We play table tennis at school. All right. We don't play anything at school. We don't play anything at school. We don't play anything. We play nothing at school. അങ്ങനെയും പറയാം. We play nothing at school. All right. മാറി മാറി ഉപയോഗിക്കുക. കേട്ട് ചാനൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് കേട്ട് പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തത് പറ്റുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിനകത്ത് സേവ് ചെയ്യുക. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്യും ക്ലാസ്. ഓൾറൈറ്റ്. വാട്സാപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പമുണ്ട്. ആരെങ്കിലുമൊക്കെ 1-2 പേര് അടുത്തുണ്ടെങ്കിൽ, അല്ല ഞാൻ തന്നെ എൻ്റെ കണ്ണാടിക്കകത്തേക്ക് നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ തന്നെ ഉത്തരം പറയുമ്പോൾ ഒരു സുഖമില്ല. അതിനകത്തൊരു ലൈവ് ഫീൽ ചെയ്യില്ല. അതേസമയം ഇനി പരസ്പരം കാണുമ്പോൾ ഇങ്ങനെയുള്ള 1-2 ചോദ്യങ്ങളെങ്കിലും ചോദിക്കുക. ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയല്ലേ വെറുതെ. വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു രീതിയാണത്. ഭാര്യയോട് ചോദിക്കുക, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, കുട്ടികളോട് ചോദിക്കുക, അച്ഛനമ്മമാരോട് ചോദിക്കുക, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പോൾ അവരൊക്കെ ആദ്യമേയൊക്കെ നീ പോടാ നിൻ്റെ പന്ന ഇംഗ്ലീഷ് പാട്ടെന്നൊക്കെ പറയുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ ലീവ് ഇറ്റ്. എന്നാലും അവരും കൂടി കേൾക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു ഹാർമണി, ഒരു സുഖം കുടുംബത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? എപ്പോൾ എന്നല്ല ചോദ്യം. അപ്പോൾ വെൻ ആദ്യമേ വരുന്നു. വെൻ ഡു യു പ്രേ അറ്റ് ഹോം? യൂഷ്വലി വെൻ ഡു യു പ്രേ അറ്റ് ഹോം. അപ്പോൾ ഇത് എളുപ്പമാണ്. വെൻ ഡു യു പ്രേ അറ്റ് ഹോം? യൂഷ്വലി
We pray at 7 o'clock usually. We pray at 7 o'clock in the evening usually. Okay. We pray before our supper, before our dinner. We pray before എന്ന് പറഞ്ഞാൽ മുമ്പ്, ഡിന്നറിന് മുൻപാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഡിന്നറിന് മുൻപ്. വി പ്രേ ബിഫോർ അവർ ഡിന്നർ, ബിഫോർ അവർ സപ്പർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ബിഫോർ അവർ ഫുഡ്, ഭക്ഷണത്തിന് മുമ്പാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വി പ്രേ ബിഫോർ അവർ ഫുഡ്. എങ്ങനെ വേണമെങ്കിലും ബിഫോർ അവർ സ്റ്റഡി. വി പ്രേ ഇൻ ദ ഈവനിങ് 6:30. വി പ്രേ our evening prayer soon after lighting the lamp, ceremonial lamp or traditional lamp. നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്, നിലവിളക്ക് കത്തിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. We pray at the time of burning traditional lamp. We pray at the time of lighting the traditional lamp. It's okay. പല കാര്യങ്ങളും നമുക്ക് ഈ മലയാളത്തിലുള്ളത് അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നൊന്നും വാശി പിടിച്ചാൽ നടക്കില്ല. ഇപ്പോൾ നിലവിളക്ക് എന്നുള്ളതിന് നിലവിളക്ക് കത്തിക്കുമ്പോൾ എന്നൊക്കെ ഇംഗ്ലീഷുകാർ അത് ഉപയോഗിക്കാറില്ലല്ലോ അങ്ങനെ ഒരു സംഭവം. പക്ഷെ അവർ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാതെ പോകും. നിലവിളക്ക് കത്തിക്കുക, അതെന്താ സാധനം എന്ന് ചോദിക്കും. ട്രഡീഷണൽ ലാമ്പ് ലൈറ്റിംഗ്, വാട്ട് ഈസ് ദാറ്റ് എന്നവർ ചോദിക്കും. ലൈറ്റിംഗ് ഓഫ് ട്രഡീഷണൽ ലാമ്പ്, വാട്ട് ഈസ് ദാറ്റ് എന്നവർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് സമയം പറഞ്ഞാൽ മതി. ഇനി അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അതിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ട്രഡീഷണൽ ലാമ്പ് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, ട്രഡീഷണൽ ലാമ്പ് ഈസ് എ ലാമ്പ് ദാറ്റ് വി യൂസ് ഇൻ അവർ ടെമ്പിൾസ് ആൻഡ് ഓൾ. വി ഹാവ് ദാറ്റ് സെയിം ലാമ്പ് ഇൻ അവർ ഹൗസ് ആൻഡ് ഈവനിങ് വെൻ ദ സൺ ഗോസ് ഡൗൺ വി യൂഷ്വലി ലൈറ്റ് ഇറ്റ് അപ്പ് ഹോം. അറ്റ് ദാറ്റ് ടൈം വി പ്രേ യൂഷ്വലി. ഇത് ഒരുപാട് കഥയാവും. ഓക്കെ, അപ്പോൾ നിലവിളക്ക് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വെൻ ദ സൺ സെറ്റ് വി യൂഷ്വലി ലൈറ്റ് ദിസ് ലാമ്പ് അറ്റ് ഹോം. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം വി പ്രേ ഇൻ അവർ ഹൗസ്. അപ്പോൾ സമയം പറഞ്ഞിട്ട് പണി വേഗം തീർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാം. അതല്ല ഇത്രയും കൂടി ഭംഗിയായിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരും. തെറ്റ് എല്ലാം മാറിയിട്ട് സംസാരിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു ഭാഷ സംസാരിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഷ സംസാരിക്കാം. ഇപ്പോൾ തമിഴന്മാരുടെ തമിഴ് നമ്മൾ ഒരു പേടിയില്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ. തെറ്റെന്നുള്ളത് നമുക്കറിയാം. അപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഭാഷ അവരുടെ ഭാഷയേക്കാൾ മഹത്തരമാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവരുടെ ഭാഷയോട് നമുക്ക് അത്ര വലിയ ബഹുമാനമൊന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മളത് വെറുതെ ഇട്ട് കാച്ചുന്നു. അതേസമയം ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയേക്കാളും ഭയങ്കര ഭാഷയെന്ന് വിചാരിച്ചാൽ നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഷയോട് പുച്ഛവും ഇംഗ്ലീഷിനോട് ഭയങ്കര ആരാധന കൂടുമ്പോൾ എന്ത് പറ്റും? തെറ്റിപ്പോകുമെന്നുള്ള പേടി. അതേസമയം തമിഴ് പോലത്തെ ഇംഗ്ലീഷിനൊന്ന് കണ്ടു നോക്കി, തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും. വിതിൻ എ വീക്ക്, വിതിൻ 10 days വി വിൽ സ്പീക്ക് ഡെഫിനറ്റ്ലി. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. നീ എപ്പോഴാണ് വീട്ടിൽ പഠിക്കുന്നത്? എപ്പോഴാണ് നീ വീട്ടിൽ പഠിക്കുന്നത്? വെൻ ഡു യു സ്റ്റഡി അറ്റ് ഹോം? എപ്പോഴാണ് വീട്ടിൽ പഠിക്കുന്നത്? ഐ സ്റ്റഡി ഫ്രം 5:30 to prayer time. 5:30 to prayer time. I study after our prayers. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പഠിക്കും. ആഫ്റ്റർ അവർ പ്രേയേഴ്സ്. ഐ സ്റ്റഡി ആഫ്റ്റർ അവർ ഡിന്നർ. അത്താഴം കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ഈവനിങ് സ്റ്റഡി ഈസ് ദ. ഐ സ്റ്റഡി ഫ്രം 6 o'clock to 9 o'clock. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് പോകും, ഡിന്നർ കഴിക്കാൻ എഴുന്നേറ്റ് പോകും. ഇല്ലേ? നോ പ്രേ, നോ ഡിന്നർ. ഡിന്നർ ഈസ് ആഫ്റ്റർ മൈ സ്റ്റഡീസ്. ഡിന്നർ പഠിത്തം കഴിഞ്ഞിട്ടാണ്. ആഫ്റ്റർ മൈ പ്രേ ഐ ഗോ ടു സ്റ്റഡി. Okay, I go to study after my prayer. I go to study after our prayer, my prayer. Okay, our prayer എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ മൈ പ്രേയർ. ഇങ്ങനെയൊക്കെ പറയാം. I study at home early in the morning. I study at home early in the morning. I study at home early at 5:30 in the morning. അങ്ങനെയൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ പറയാം. അപ്പോൾ ഈ 12 ചോദ്യങ്ങളും ചാപ്റ്റർ 1-ലുള്ള 15 ചോദ്യങ്ങളും, 15ഉം 10, 25ഉം 2, 27 ചോദ്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും പറയാനും പറ്റും. കേട്ടാൽ മനസ്സിലാവും. അടുത്ത ക്ലാസ് ഗ്രാമറാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഗ്രാമർ നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.